നൈറ്റ് ഫിഷിങ്ങിനാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു ത്രില്ലിംഗ് അനുഭവമായിരിക്കും. എന്തൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ? ധാരാളം വലിയ മീനുകളെ പിടിക്കുക, കൊണ്ടുവരിക, പൊരിച്ചടിക്കുക. അതിൽ ഏത് മീനെ കിട്ടണമെന്ന് നിങ്ങളുടെ ആഗ്രഹം? നല്ല ജീവനുള്ള പിടക്കുന്ന മീൻ. ഇതൊക്കെ മീനുകളാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ പിടിച്ച മീനുകൾ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ പിടക്കുന്ന മീനുകൾ കമ്പിയിൽ കോർത്ത് കൊണ്ടുവരും. കണ്ടോ? ഇതാ ടെണ്ണ് കണക്കിന് മീൻ വേണ്ടിയിട്ട് അറിയാലോ എൻ്റെ ചെയ്തിരിക്കുന്നത്. നീ വരാണ്ടോ? അതാ നീ വരാണ്ട്. ഏതായാലും 50 കിലോ മീനാണ് ഞങ്ങള്. നിരവധി മീനുകളായിട്ടാണ് വന്നിട്ടുള്ളത്. സൂപ്പർ സൂപ്പർ മീനുകളായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് പാരറ്റ് ഫിഷ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാരറ്റ് ഫിഷ് പൊരിച്ചടി. അടിപൊളി അടിപൊളി. അതാണ് പാരറ്റ് ഫിഷ്. ആ തത്തമ്മയുടെ നിറമുള്ളതുകൊണ്ട്. മോഹനേട്ടനും എത്തിയിരിക്കണം. മോഹനേട്ടന്റെ ഗംഭീര ഹാർവെസ്റ്റ്. മോഹനേട്ടന്റെ ഗംഭീര ഹാർവെസ്റ്റ്. പൊക്കിപ്പിടി പൊക്കിപ്പിടി. അയ്യോ മോഹനേട്ട പൊക്കിപ്പിടിച്ചേ. മോഹനേട്ട ഒന്ന് ഷൂട്ട് ചെയ്യട്ടെ. അടിപൊളി ഇതാ മീനാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇത്ര വലിയ ഒരു ഇത്ര വലിയ മീനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ആരാണ് ഏറ്റവും കൂടുതൽ മീൻ കൊണ്ടുവന്നതെന്ന് നോക്കാം. ഇപ്പൊ മീനുമായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബേബിക്കുട്ടനാണ്. ബേബിക്കുട്ടൻ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എടുത്തപ്പോ അതെത്ര വമ്പനിത്. ആവേശം കൊണ്ട് എത്തും. ആവേശം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല. ബേബിക്കുട്ട എത്ര കിലോ മീനുണ്ടാവും ഇത്? ഒരു 8-10 കിലോ. ഒരു 8-10 കിലോ വരും. 8-10 കിലോ വലിയൊരു പാരറ്റുമായിട്ടാണ് ബേബിക്കുട്ടൻ വന്നിരിക്കുന്നത്. ഏതായാലും അഭിനന്ദനങ്ങൾ ബേബിക്കുട്ട. ഗംഭീര ഹാർവെസ്റ്റ്. ഇതെല്ലാം ഞങ്ങൾ പിടിച്ച മീനാണ്. ഇതെല്ലാം ഇന്ന് പിടിച്ച മീനാണ്. ഗംഭീര ഹാർവെസ്റ്റ്. ബേബി എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? വളരെ അടിപൊളി. നടത്തിയിലെ ജീവിതം സത്യം പറഞ്ഞുണ്ടല്ലോ. സ്കൂബ ഡൈവിങ്ങിനേക്കാളും സൂപ്പർ. ഉറപ്പല്ലേ? ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നല്ലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നല്ല ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ത്രില്ലായിട്ട് നമ്മൾ സഹകരിച്ചപ്പോ നന്നായിട്ട് എല്ലാം ഏറ്റവും അധികം സൂപ്പറായിട്ട് ഒരുപാട് മീൻ കിട്ടി. കണ്ടും കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും നിരവധി മീനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല പാരറ്റ് ഫിഷൊക്കെ ഉണ്ട്. എനിക്കൊന്ന് കാണാം. ഗ്രില്ലിങ്ങിനുള്ള കനല് തയ്യാറാക്കുകയാണ്. ഗ്രില്ല് ചെയ്തേക്കുവാണ്. ഗ്രില്ല് ചെയ്യാനുള്ള മീനൊക്കെ റെഡി. ആ പാരറ്റ് ഫിഷ് കൂടുതലെടുത്തോട്ടോ. ഇത് നമുക്ക് ചൂട് കിട്ടും. കനല് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കനലൊക്കെ റെഡിയാക്കിയതിന് ശേഷം എന്താ ഗ്രില്ലിൽ വെച്ച് കഴിഞ്ഞു. പോവാ. ഞങ്ങൾ 4-ാം തീയതി വന്നാണ്. ഒരു പ്രാവശ്യം ഗ്രില്ലിൽ 16ഓളം മീനുകൾ വെക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഞങ്ങളുടെ 3ാമത്തെ ട്രിപ്പാണ്. ഇതും ഞങ്ങളുടെ എല്ലാ സംഘങ്ങളും പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകും. ഉള്ള മീൻ ലഭ്യമാണ്. 2-3 ട്രിപ്പായിട്ട് ഞങ്ങൾക്ക് മീൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ പൊരിച്ച മീൻ കഴിച്ചു നോക്കാണ്. എല്ലാരും മീൻ രുചി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മീനിന്റെ രുചിയെ? സൂപ്പർ അല്ലേ? സൂപ്പർ. നല്ല ഫ്രൈ ആണ്. അടിപൊളി ഗംഭീരം.